ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ചക്കയും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് റവയും ചക്കയും ഉണ്ടെങ്കിൽ ഈ അടിപൊളി പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. 2 അച്ച് ശർക്കര പൊടിക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഉണ്ടാകുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചക്കയാണ്. നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഓരോ ചക്കയും എടുത്ത് അതിൻ്റെ കുരു പോക്കിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടൊന്ന് ആറിയ ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂണിൽ കൂടുതൽ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് വേണ്ടത്. റവ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അര കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പത്തിന് നല്ല മയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 സ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്കൊന്ന് നെയ്യ് തടവി കൊടുക്കാം. ഇതേമാതിരി പാത്രമില്ലെങ്കിൽ സോസ് പാൻ ഉപയോഗിച്ചാലും മതി. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുമെന്നുള്ള പേടി വേണ്ട. ഇതൊന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. മൂടിക്ക് വല്ല ഹോളും ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതൊരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് തട്ടിക്കൊടുക്കാം. ഇതൊന്ന് കമഴ്ത്തി എടുത്താൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.